ഈ ഒരു വീഡിയോ കാണുന്നതിൽ 80% ആൾക്കാരും നമ്മുടെ NPK യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലേ. പക്ഷേ ഒരു 20% ആൾക്കാർ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഉപയോഗിക്കാനുള്ള പേടി കൊണ്ട് ഉപയോഗിക്കാത്തവരും ഉണ്ടായിരിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്കൊക്കെ NPK കൊടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. NPK കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെടികളൊക്കെ പെട്ടെന്ന് ഒരു വളർച്ച എത്തുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുരടിച്ചൊക്കെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ലോ ഗ്രോത്ത് ഉള്ള പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ NPK കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് വളർച്ച കിട്ടാറുണ്ട് കേട്ടോ. അപ്പം അതിനുവഴി കൂടുതൽ പൂക്കളും ആ ഒരു ഇതിൽ കിട്ടാറുണ്ട്. അപ്പോൾ NPK കൊടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കും. ഇതാണ് ഒരു റോസ്, ഇങ്ങനെ ഒരു തരിതരി പോലെ ഇരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. എന്നാൽ ഒരു വെള്ളമയം കൊണ്ടുതാനും അങ്ങനെ ഒരു ഇതാണ് നമ്മുടെ NPK. അപ്പോൾ ഇത് എടുക്കേണ്ടത് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂണാണ് കേട്ടോ. എൻ്റെ ഇത്തിരി പഴയ NPK ആണ്, അതുകൊണ്ടാണ് ഇത്തിരി വെള്ളം പോലെ അങ്ങ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെടികളെ ഉള്ളൂ എങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 നുള്ളിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ചെടികളുടെ എണ്ണം അതുപോലെ തന്നെ ഓരോ പോട്ടിലുള്ള ചെടികളുടെ വലിപ്പം അതനുസരിച്ചാണ് നമ്മൾ NPK കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പോട്ടിൽ കുറച്ചധികം നമ്മുടെ പ്ലാന്റുകളുണ്ട് കേട്ടോ. വെക്കാൻ ഇടയില്ലാത്തതുകൊണ്ടും നടാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ ഇതെല്ലാം ഫ്ലോക്സിൻ്റെ തൈകളാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇതുപോലെ ഒരു പോട്ടിലേക്ക് തന്നെ ഒരുപാട് തൈകൾ നട്ടു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വെയിലായതിന് ശേഷം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ തട്ടൽ വെയിലിന് ഇത്തിരി വളർച്ച കുറവാണ്, അപ്പോൾ അതിനും ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്നൊരു വളർച്ചയിലേക്ക് നമ്മുടെ ചെടികൾ എത്തുകയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ വളർച്ചയെത്താതെ മുരടിച്ച് നിൽക്കുന്ന ഒരു മാവുണ്ട് കേട്ടോ. എന്ത് ചെയ്താൽ ഇതിന് വളരെയില്ല. അപ്പോൾ ഇതിന് ഒരു തട്ട് ഇതുപോലെ ഇലകൾ വന്നത് ഞാൻ ഒരു തവണ NPK കൊടുത്തിട്ടാണ് കേട്ടോ. അങ്ങനെ ഇത് 2 തട്ടിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരെണ്ണോടെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതിനെ ഒരു 3 തട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഒട്ടും കുറയ്ക്കുന്നില്ല, 1 ഗ്ലാസ് വെള്ളം നമ്മളിതാ കൊടുക്കുന്നുണ്ട്. ഞാനിത് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. ടൈം 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ